പിന്നെ ഇവിടെ കണ്ട വാഴയുണ്ട്. നാട്ടിലെ പോലെ തന്നെ വെള്ളം കണ്ട ചാല് വെച്ചിട്ട് വെള്ളം ഇങ്ങനെ ഒഴുക്കി വിട്ടേക്കാണ്. ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് ഒരുപാട് സ്ഥലമുണ്ട്. അവിടെ പുതയിലോട്ട് പോകുന്ന റോഡാണ്. ഫസ്റ്റ് റൗണ്ട് ബോട്ട് കഴിഞ്ഞാൽ അതാണ് ഫസ്റ്റ് റൗണ്ട് ബോട്ട് വരുന്നത്. അവിടെയാണ് ഫസ്റ്റ് റൗണ്ട് ബോട്ട് കഴിഞ്ഞ് നേരെ വരുമ്പോഴത്തേക്ക് ബഹ്റൈനുള്ളവർ കാണാൻ എളുപ്പമാണ്. വേറെ പാസോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങോട്ട് പോയാലോ? എവിടെയും കോഴിയാണ്, നാടൻ കോഴിക്കുഞ്ഞ്. ഒരുപാട് സ്ഥലമുണ്ട്. നമുക്ക് ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടുത്തെ വളവും വെള്ളമൊക്കെ കൊടുക്കുന്നത്. മത്തനൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളം എടുക്കുന്ന കിണറോ? വലിയ മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ മോട്ടറൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ട്. പഴയ മോട്ടർ. വെള്ളം ആദ്യം നിന്ന് പമ്പ് ചെയ്ത് ഇത് ഇടും കേട്ടോ. പക്ഷെ ഇത് ഉപ്പുള്ളായിരിക്കും ഇതില്ലേ? ഇതിന്ന് സപ്ലൈ ചെയ്യും. അതാണ്ട് ഇതിലെ കൂടെ വലിയ പൈപ്പ് ഇട്ടിട്ടുണ്ട്. അങ്ങോട്ട് പോവാം. കുഴൽക്കിണറാന്നാവാ. വലിയ മോട്ടറൊക്കെ ആയിരിക്കും. വെള്ളമൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോവാം. ഇതാണെന്ന് തോന്നുന്നു ഇവിടുന്ന് വെള്ളം എടുക്കുന്നത്. പക്ഷെ ഇപ്പം എടുക്കുന്നില്ലെന്നാ തോന്നുന്നത്. വെള്ളം അത്യാവശ്യം വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഈ മരുഭൂമിയിലിത് ആകെ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ഉപ്പുള്ള വരുന്നത്. പക്ഷെ ഇത് സ്വീറ്റ് വാട്ടർ ആണോ എന്ന് അറിയത്തില്ല. ഇപ്പോൾ ഇവിടുന്ന് വെള്ളം എടുക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ വലിയ മോട്ടറൊക്കെ ഇരിപ്പുണ്ട്. അങ്ങോട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇങ്ങോട്ട് ഈന്തപ്പനകളാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വന്നാൽ ഇത് വേറെ കൃഷികളാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഒരുപാട് കൂടുതലും തക്കാളിയാണ് നട്ടേക്കുന്നത്. തക്കാളി ഉണ്ട്. അതിനിടയ്ക്ക് ഇടവിളയായിട്ട് വേറെന്തോ ഒരു ചെറിയ സാധനങ്ങളുണ്ട്. പക്ഷെ അതെന്തോന്ന് അറിയാൻ വയ്യ. ഇനി അങ്ങോട്ട് പോയിട്ട് ഗ്രീൻ ഹൗസ് ഇവിടെ കാണുന്നുണ്ട്. അതിനകത്ത് റെയിൻ ഷെൽട്ടർ കാണുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇനി എന്താണെന്ന് അറിയില്ല. ഇവിടുന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഇത് കാറ്റുള്ളതുകൊണ്ട് പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. പശുവൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്ത് ചെറിയ മീനുണ്ട്. പക്ഷെ അതെനിക്ക് ഒന്ന് കൊതുക് വരാതിരിക്കാൻ വേണ്ടിയൊക്കെ കേൾക്കുന്നുണ്ട്. ഒന്നുണ്ടോ നല്ല അടിപൊളി കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. കാണാൻ പറ്റുന്നില്ല. അങ്ങോട്ട് എന്താ ഉള്ളത്? ഞാൻ പിന്നെ അങ്ങ് പോയില്ല. നേരെ പോണം. ഇതിനെന്താ പറയുന്നേ? കായുടെ പേരെന്താ? കഴിക്കാൻ കൊള്ളാവുന്നതാ. ഇതെന്തോ പശു ഫാമാന്ന് തോന്നട്ടോ. ഇവിടെ എന്തോ പശു ഫാമാന്ന് തോന്നട്ടോ. ലോക്കാ, കേറാൻ പറ്റത്തില്ല. പശുവൊക്കെ ഉണ്ട്. പഴുത്തയാന്നോ? എന്താണ് സാധനം?
അയ്യോ ഹായ്. മത്തനുണ്ട് കേട്ടോ ഇവിടെ. മത്തൻ ഏതാ അടിയിൽ ഇഷ്ടംപോലെ കിടപ്പുണ്ട് കേട്ടോ. എന്നിട്ട് വിളവെടുക്കാറായി, ഇഷ്ടംപോലെ സാധനമുണ്ട്. ഈ മണലാരണ്യത്തിൽ ഇത്രയൊക്കെ പിടിക്കുമല്ലേ? ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ തരും. നാട്ടിൽ പോകുന്നിടത്ത് കൊണ്ടുപോവാം. ഇതിനകത്ത് വേറെ പരിപാടി ഉണ്ടല്ലേ. ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷേ മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ടല്ല ചെയ്യുന്നത്. ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട്. മൾച്ചിങ് ഇടാൻ ഇവിടെ വലിയ കാട് കയറുന്നില്ല എന്ന് തോന്നുന്നു, കള കയറുന്നില്ല എന്ന് തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് കൃഷി ചെയ്യുന്നുണ്ട്. കൂസ ഇത് എന്തായാലും നമുക്ക് തുറന്നു നോക്കാം. ഇതിനകത്ത് തക്കാളി ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ വിത്ത് പാവി വെച്ചേക്കുന്നതുണ്ട്. കുക്കുംബർ വേണ്ട, കുക്കുംബർ ഇട്ടിട്ടുണ്ട്. ഇതും കുക്കുംബർ തന്നെ. പിന്നെ അത് ചെറുത്തക്കാളിയാണെന്ന് തോന്നുന്നു. ചെറുത്തക്കാളിയാണ്. ഇത്രയും അത് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹ്യൂമിഡിറ്റിയാണ് ഇതിനകത്തുള്ളത്. ഈ ഏരിയയിലോട്ട് ഫുള്ള് അതിനു വേണ്ടിയുള്ള ഇത് ഒരുക്കിയിട്ടേക്കുവാണ്. ഉണ്ട് ഇവിടെ വിത്ത് പാവി വെച്ചിട്ടുണ്ട്. എന്തിൻ്റെയോ അതെനിക്ക് തോന്നുന്നു കുക്കുംബറിൻ്റെ ആണെന്നാണ് തോന്നുന്നത്. ചെറുത്തക്കാളിയോ മരത്തക്കാളിയോ അത് സംഭവം ഒരുപാടുണ്ട് സംഭവം. അതിനകത്തൊന്നും ഇല്ലാന്ന് തോന്നാ, ഒന്നുമില്ലെന്നാ തോന്നുന്നത്. ഈ ഏരിയയിലോട്ട് ഫുള്ള് തക്കാളിയാണ് കൃഷി ചെയ്യുന്നത്. തക്കാളി കൃഷിയാണ്. തക്കാളി ഇതാ കിടക്കുന്നു. ഇഷ്ടം പോലെ തക്കാളിയുണ്ട്. ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയുള്ള പരിപാടികളാണ്. ഇതിൽ വളമൊക്കെ കലക്കി വെച്ച് ഡ്രിപ്പ് വഴി കൊടുക്കുന്നുണ്ട്. അതെന്തോടെ? പശുവുണ്ട്, പക്ഷെ അതിനകത്ത് കയറാൻ പറ്റത്തില്ലല്ലോ. അതിൻ്റെ അകത്തൂടെ കാണാൻ പറ്റൂല്ലേ? ചാണകമെല്ലാം ചവിട്ടി തേച്ച്. ഇവിടെ ചാണകന്മാരൊക്കെ ഒന്നുമില്ല കേട്ടോ, കാണാൻ പറ്റത്തില്ല. വലിയ ക്ലീനിങ് ഒന്നുമില്ല. പശുവുണ്ട്. പശു 1 2 3 4 5 6 8 10 15 പശുവുണ്ട്. പിന്നെ കിടാവുണ്ട്, കുമ്പനൊക്കെ ഉണ്ട്. ഇതിനകത്തൂടെ അങ്ങോട്ട് കയറി തന്നെ പറ്റുന്നില്ല. അവർക്കുള്ള റൂമും താമസ സ്ഥലമൊക്കെയാണെന്ന് തോന്നുന്നു. അവരിവിടെ വന്ന് കാണുന്നതിന് അവർ ഒന്നും പറയത്തൊന്നുമില്ല. അടിപൊളി ഒരു കൊല കിളിച്ചിപ്പുണ്ട്. ഇതെനിക്കൊന്ന് ഫിലിപ്പീനി കായാന്ന് തോന്നുന്നു.
കുഴപ്പമില്ല. ഇവിടെ വഴുതന കിളിച്ച് നിൽപ്പുണ്ട്. ഓക്കെ, പിന്നെ പപ്പായ ഉണ്ട്, പക്ഷെ അത് മണ്ടയടച്ച് പോയി. കോളിഫ്ലവർ ഇഷ്ടംപോലെ അത്യാവശ്യം. ഒരു കോളിഫ്ലവറും ക്യാബേജും. ഇത് ക്യാബേജാണ്. ഇത് ബീറ്റ്റൂട്ടും മല്ലിയിലയും. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കോളിഫ്ലവറാണ്, പക്ഷെ ക്യാബേജാണ്. കറക്റ്റായിട്ടൊന്നും അറിയാനും വരില്ല. ഇതവർ ഇവിടുന്ന് ഹാർവെസ്റ്റ് ചെയ്ത് ഇവിടെ അവർ സാധനം സെയിലാക്കാൻ വയ്ക്കുന്ന സ്ഥലമാണ്. ഓറഞ്ചൊന്നും കിട്ടത്തില്ല, കുറച്ച് സാധനങ്ങൾ കിട്ടത്തുള്ളൂ. മേടിച്ചാ അത് കൊള്ളാമല്ലോ. ഉറുപ്പ്യ ഉള്ളല്ലേ? സാധനം ഇരിപ്പുണ്ടല്ലേ ഞാൻ. ജർജീറുണ്ടോ? വലിയ കട്ടല്ലേ? ഇതവരവിടെ 2 കട്ടാക്കും. ഇതെത്ര തക്കാളി? ആ, ചെറു തക്കാളി. ശരി, സാധനം അടിപൊളിയാ. മലക്കറി കിറ്റുണ്ടോ അവിടെ? ബഹ്റൈന് 500, ജോർദാൻ 500. അത് ജോർദാൻ, ഇതായിരിക്കും ബഹ്റൈൻ. നല്ല പഴുത്ത് കേട്ടാ. ബീട്രൂട്ടൊക്കെ ഇവിടുന്ന് തന്നെ അവർ ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇതൊന്നും ആയിട്ടില്ല. അതിൽ തണ്ടിന് കനമുള്ളതേ ഉള്ളൂ, അല്ലാതെ ബീട്രൂട്ടിന് വലിയ ഇതില്ല. ഇതെല്ലാം പുറത്തുനിന്ന് കൊണ്ടുവന്നത്, ജോർദാനിൽ നിന്ന് ഇവിടുന്ന് കൊണ്ടുവരുന്നത്. ഇത് നമ്മൾ ഹൈവേയുടെ സൈഡിൽ തന്നെ എത്തി. എത്രയായിക്കാ അത്? എത്രയായത്? 2 റുപ്യ ആയുള്ളൂ. ഒരു ചോടുണ്ടല്ലോ അത്. ആ, അതെ അതെ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.